നമുക്കിന്ന് കിട്ടിയിരിക്കണത് ചാളയും ശീലാവും കേട്ടോ. അപ്പോൾ ഞാൻ ചാള തേങ്ങയും മുളക് കുറച്ച് കുടമ്പുളി ഇട്ട് വെക്കും, ശീലാവ് വറക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മീനെല്ലാം വെട്ടി തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ചാളയുടെ വയറ് വെട്ടാതെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടയും പറഞ്ഞിലൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ എടുത്ത് കറി വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ചാളയുടെ വയറ് വെട്ടാതെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉളുമ്പ് ടേസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത് കേട്ട്, പക്ഷെ നമുക്ക് ഇതുവരെയായിട്ട് ഒരു ഉളുമ്പ് ടേസ്റ്റും തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ മീൻ വെട്ടിയെടുക്കാറ്. അപ്പോൾ കറി വെക്കാനായിട്ട് ഞാൻ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകൊക്കെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരപ്പിനുള്ള തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അത് പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലോട്ട് ചാറിന് ആവശ്യമായ വെള്ളവും കുടംപുളിയും ഉപ്പും ചേർത്ത് അത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇത് തിളക്കുമ്പോഴത്തേക്കും നമുക്ക് മീനെല്ലാം വറക്കാനായിട്ട് ഇടാം. അപ്പം നമ്മുടെ ചാറ് തിളച്ചപ്പോഴത്തേക്കും മീനെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെറുതീലിട്ട് എണ്ണ തെളിയും വരെ ചാറൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കാം. അപ്പം നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ.